ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തരകർമ്മ്യ ആത്മീയതയുടെ 146 സെഷനാണല്ലോ ഇത്. 5-ാം സ്ഥാനത്തെ കുറിച്ചുള്ള 9-ാമത്തെ വിചിന്തനവും. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. 5-ാം സ്ഥാനത്തെ കുറിച്ചുള്ള 4 അധ്യായങ്ങൾ 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരുന്നല്ലോ. ഈ 5-ാം സ്ഥാനത്തിന്റെ അനുഭവം എന്താണ് മദ്രസ്യ 1-ാമത്തെ അധ്യായത്തിന് വിവരിച്ചു കഴിഞ്ഞു. അതിന്റെ സ്വഭാവത്തെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. അത് ഓരോ വ്യക്തികളിലും അല്പം ഏറ്റക്കുറിച്ചിലൊക്കെ ഉണ്ടാകും. പക്ഷെ സ്വഭാവത്തെ കുറിച്ച് ഇനി പൊതുവായിട്ടൊന്നും പറയാൻ സാധിക്കുകയില്ല. എന്നാൽ ദൈവം ഈ അനുഗ്രഹങ്ങൾക്ക് ആസ്പദമാക്കുന്ന ആത്മാവ് അവ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ അവിടുന്ന് അവളിൽ നിർവഹിക്കുന്ന പ്രവർത്തനത്തെ സംബന്ധിച്ച് അനേകം കാര്യങ്ങൾ പറയാനുണ്ട്. അവയിൽ ചിലത് വിവരിച്ചാൽ ആത്മാവിന്റെ നിലപാട് വിശദമാകും. അതിന് അത്യന്തം ഉപയുക്തമായ ഒരു ഉപമ പറയാം. ആ പ്രവർത്തനം കർത്താവ് നമ്മിൽ നിർവഹിക്കുന്നതിന് പ്രേരണ ചെലുത്തുവാൻ നമുക്ക് സാധിക്കുകയില്ലെങ്കിലും മുന്നൊരുക്കം എന്ന വണ്ണം പലതും ചെയ്യാവുന്നതാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് ബോധ്യമാകും. അപ്പോൾ 5-ാം സദനത്തിന്റെ അനുഭവത്തില് എന്താണ് നമ്മിൽ അനുഭവമായി തീരുന്നത്, എവിടേക്ക് നമ്മൾ എത്തുന്നത് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ദൈവ ഐക്യത്തിന്റെ അനുഭവം അതേപ്പറ്റി വേറെ പറയാനില്ല. പക്ഷെ ഇനി ആ അവസരത്തിൽ നമ്മുടെ ആത്മാവ് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ കുറച്ചുകൂടി നമുക്ക് ആ രീതി നമ്മുടെ ഉള്ളത്തെ വിട്ടുകൊടുക്കാനായിട്ട് സഹായിക്കും എന്ന് പറഞ്ഞൊരു ഉദാഹരണത്തിലേക്ക് വരികയാണ്. 2-ാമത്തെ ഖണ്ഡിക. പട്ടുനിർമ്മാണത്തിന്റെ വായ്ചിത്രങ്ങളെ പറ്റി നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. അത്തരമൊരു സർഗശക്തി ദൈവത്തിന് മാത്രമേ ഉള്ളൂ. കുരുമുളക് പോലുള്ള ഒരുതരം ചെറിയ അരികളിൽ നിന്നാണല്ലോ അതിന്റെ ഉത്ഭവം. കുരുമുളക് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, അതിനെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ പറയുന്നതിന് വല്ല തെറ്റുമുണ്ടെങ്കിൽ അതെന്റെ കുറ്റമല്ല, ഞാൻ കുരുമുളക് കണ്ടിട്ടില്ല എന്ന് പറയാണ്. ഇവിടെ ഈ മലയാള വിവർത്തനത്തിൽ ഒരു വല്ലാത്ത ഒരു ചർച്ചയില്ലാത്ത ഒരു വാക്കായിട്ട് ഇവിടെ അരികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുക. കുരുമുളക് പോലെയുള്ള ഒരുതരം ചെറിയ അരികളിൽ നിന്നാണ് അതിന്റെ ഉത്ഭവം. ഏതിന്റെ ഉത്ഭവം? പട്ടുനിർമ്മാണം, പട്ടുനൂൽ പുഴുവിന്റെ ഉത്ഭവം. യഥാർത്ഥത്തിൽ ഇത് അരിയല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷിൽ അത് കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഓൾ കംസ് ഫ്രം ആൻ എഗ് റിസംബ്ലിംഗ് എ ടൈനി പെപ്പർകോൺ. കുരുമുളക് അരി പോലെയുള്ള ഒരു ചെറിയ മുട്ടയിൽ നിന്നാണ് ഈ പട്ടുനൂൽ നിർമ്മാണത്തിന്റെ, പട്ടു നിർമ്മാണത്തിന്റെ മുഴുവൻ ആരംഭം. ഇതാണ് മദ്രസ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ മലയാളത്തിലെ വിവർത്തനത്തിൽ എന്തോ ഈ ചെറിയൊരു അരിയിൽ നിന്നാണ് പറയുന്നത്. അരിയല്ല, ചെറിയ മുട്ടകളിൽ നിന്നാണ് നമ്മൾ ശരിക്കും വരേണ്ടിയിരുന്നത്. അത് പറയാണ്. ഗ്രീഷ്മകാലമാകുമ്പോൾ തളർത്തു തുടങ്ങുന്ന മൾബറി ചെടികളുടെ ഇലകളിൽ മേൽപ്പറഞ്ഞ അരികൾക്ക് ചൈതന്യമുണ്ടായി തുടങ്ങും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അരികളല്ല, മുട്ടകൾക്ക് എന്ന് പറയുമ്പോൾ കാര്യം വ്യക്തമായി. മൾബറി ചെടി തളർക്കാൻ തുടങ്ങുമ്പോൾ അതുവരെ അതിന്റെ തണ്ടിലോ ഒക്കെ ഇങ്ങനെ ജീവനില്ലാത്ത പോലെ ഇരിക്കുന്ന ഈ ചെറിയ മുട്ട, മൾബറി പട്ടുനൂൽ പുഴുവിന്റെ അല്ലെങ്കിൽ ആ പ്രാണിയുടെ മുട്ട, അത് ഈ ചെടി തടുക്കുമ്പോഴാണ് അതിനും അനക്കം വെക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ഇലകളുടെ വിഭവം ലഭിക്കുന്നത് വരെ അവ കേവലം നിർജീവമായിരിക്കും. വാക്യവും അല്പം സംശയം വരാം. അങ്ങനെ ഇലകളുടെ വിഭവം ലഭിക്കുന്നത് വരെ, ലഭിക്കുന്നുള്ളതല്ല ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് അണ്ടിൽ ഇറ്റ്സ് ഫുഡ് ഈസ് റെഡി. അപ്പൊ ഇലകളുടെ വിഭവം ശരിയാണ്. പക്ഷെ ചില വ്യക്തത, ഇലകളുടെ വിഭവം ലഭിക്കുന്ന വരെ, വിഭവം തയ്യാറാകുന്നിടം വരെ, ഇലകൾ ഉണ്ടായി അത് തിന്നാൻ പാകത്തിനാകുന്നിടം വരെ ഈ മുട്ട വിരിയുന്നില്ല എന്നാണ് സൂചന. ഇലകൾ റെഡിയായി കഴിയുമ്പം, ഈ പുഴുവിനുള്ള ഭക്ഷണമാണ് ഇലകൾ, ആ ഭക്ഷണം റെഡി ആകുന്നതോടുകൂടെ ഈ മുട്ട അനക്കം വെച്ച് അത് വളർന്ന് അല്ലെങ്കിൽ അത് വിരിയാനുള്ള പ്രവർത്തനത്തിലേക്ക് വരികയാണ്. പട്ടുപുഴുക്കൾ മൾബറിയുടെ ഇലകൾ തിന്ന് പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ അവയ്ക്ക് കമ്പുകൾ നിരത്തി കൊടുക്കുകയായി. ആരാ കൊടുക്കുന്നത്? മനുഷ്യരാണ്, ആളുകളാണ്. ഇംഗ്ലീഷിൽ പീപ്പിൾ എന്ന് പറയുന്നുണ്ട്, ഇവിടെ വിവർത്തനത്തിൽ അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കമ്പുകൾ നിരത്തി കൊടുക്കുന്ന ആരാന്നുള്ളത് അത് അണ്ടർസ്റ്റുഡ് ആയിട്ടായിരിക്കും. ആളുകള് ഈ പുഴുക്കൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കമ്പുകൾ വെച്ച് നിരത്തി കൊടുക്കുകയും അവയിന്മേൽ പുഴുക്കൾ ചെറിയ വായ കൊണ്ട് പട്ടുനൂൽ നെയ്തു തുടങ്ങും. പിന്നെ ആ നൂലുകളെ ചെറിയ കോശങ്ങളായി രൂപാന്തരപ്പെടുത്തി അവയ്ക്കുള്ളിൽ ഓരോ പുഴുവും കയറിയിരിക്കും. ഈ ചെറിയ കോശങ്ങൾ എന്ന് പറയുന്നത് നാരോ ലിറ്റിൽ കൊക്കൂൺ ആയിട്ടിരിക്കുന്നതാണ്.
അങ്ങനെ അതാ ചെറിയ കോശങ്ങളായിട്ട് ഇങ്ങനെ നൂൽ ചുറ്റി ചുറ്റി അതിനകത്ത് കയറിയിരിക്കുകയാണ്. നമുക്കറിയാം, തടിച്ച് വിരവമായിരുന്ന ആ പുഴു കുറെ കഴിയുമ്പോൾ വെളുത്ത ചിത്രശലഭമായി കോശത്തിൽ നിന്ന് പുറത്തു വരുന്നു. നേരിൽ കാണാൻ അവസരം ലഭിക്കാതെ ഏതോ പുരാതന സംഭവം എന്ന വണ്ണം പറഞ്ഞു കേൾക്കുക മാത്രമാണെങ്കിൽ ഇത് വിശ്വസിക്കാൻ ആർക്ക് സാധിക്കും? പുഴുവോ തേനീച്ചയോ പോലെ വിവേചശക്തി ഇല്ലാത്ത ഒരു പ്രാണിക്ക് നമുക്ക് പ്രയോജനകരമായ വിധം ഉത്സാഹത്തോടും കർമ്മനിഷ്ഠയോടും കൂടി അധ്വാനിക്കാൻ കഴിയുമെന്നും ആ ഉദ്യമത്തിൽ ആ ചെറിയ പുഴു അതിന്റെ ജീവൻ വെടിയുമെന്നും വിശ്വസിക്കാൻ തക്ക ന്യായം എങ്ങനെ നാം കണ്ടുപിടിക്കും? ഇത് നമുക്ക് കണ്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവിശ്വസനീയമായ കാര്യം ബോധ്യപ്പെടും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ ചിന്തിച്ചിരിക്കാതെ എളുപ്പമല്ല നമുക്ക് പറയുകയാണ്. സഹോദരിമാരെ, ഞാൻ കൂടുതലൊന്നും ഇങ്ങോട്ട് പറയുന്നില്ലെങ്കിൽ തന്നെയും ഒരു ചെറിയ ധ്യാനത്തിന് ഇത് മാത്രം മതി. നമ്മുടെ ദൈവത്തിന്റെ ജ്ഞാനത്തെയും വിസ്മയനീയമായ പ്രവർത്തനങ്ങളെയും കുറിച്ച് ചിന്തിക്കുവാൻ ഇത് നിങ്ങൾക്ക് പ്രയോജകീയം ഭവിക്കും. എല്ലാ സംഗതികളുടെയും പ്രകൃതം നാം മനസ്സിലാക്കിയിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു. ഇത്തരം വൈചിത്രങ്ങളെ പറ്റി ചിന്തിക്കുന്നതിൽ തൽപരരായിരിക്കുകയും എന്തുമാത്രം ജ്ഞാനവും പ്രാഭവുമുള്ള ഒരു മഹാരാജാവിന്റെ മണവാട്ടികളാണ് നാം എന്നോർത്ത് സന്തോഷിക്കുകയും ചെയ്യുന്നത് നമുക്ക് അത്യന്തം ഗുണകരമാണ്. പ്രകൃതിയിലുള്ള ഈ പട്ടുനൂൽ പുഴു ഇങ്ങനെ അതിൻ്റെ കൊക്കൂണിനകത്ത് ഇങ്ങനെ പുഴു മുട്ട വിരിഞ്ഞ് ഇല തിന്ന് വളർന്ന് അതിൻ്റെ പ്യൂപ്പയ്ക്കകത്ത് കയറിയിരുന്ന് ഇങ്ങനെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ അത് പൊട്ടിച്ച് പുറത്തേക്ക് നല്ലൊരു ശലഭമായിട്ട് ഇറങ്ങി വരുന്ന ഒരു അനുഭവം, അത് എത്രയോ ഒരു അത്ഭുതകരമായ ദൈവത്തിന്റെ ക്രമീകരണമാണ്. ഇതാരാ ഇതിനെ പഠിപ്പിച്ചത്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന വലിയൊരു ധ്യാനം തന്നെ നമുക്ക് പറയുകയാണ്. ഇതാണ് നമുക്ക് പറയുന്ന ഉദാഹരണം. മൂന്നാമത്തെ ഖണ്ഡിക, വിഷയത്തിലേക്ക് പിന്തിരിയാം. പരിശുദ്ധാത്മാവിനാൽ ഉദ്ദീപ്തയാകുന്ന ആത്മാവിന്റെ പ്രതിരൂപം അത്രേ മേൽ പറഞ്ഞ പട്ടുപുഴു. നമുക്കെല്ലാവർക്കും ദൈവം തരുന്ന സാധാരണ സഹായങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മുടെ ആത്മാവിൽ ചൈതന്യം ഉണ്ടാകുന്നു. എന്ന് വെച്ചാൽ ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുവിന് ഇലകള് വളരെ സാധാരണമായ വസ്തുവാണ് ഇല, ചെടിയുടെ ഇലകള്. പക്ഷെ ആ ഇലകള് ഈ പുഴു തിന്നണം. ആ ഇലകളെ തിന്നുമ്പോഴാണ് അതില് വളർച്ചയുണ്ടാകുന്നത്. നമ്മുടെ അസ്വസ്ഥതകൾക്ക് നിരവധി ഔഷധങ്ങൾ തിരുസഭയിൽ അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അടുത്തടുത്തുള്ള കുമ്പസാരം, സൽഗ്രന്ഥങ്ങൾ, ഇത് അമൃതസ്യ പറയുന്നത് ഈ പുഴുവിന് ഇലകൾ എന്തായിരുന്നോ വളരുവാൻ, അതുപോലെ നമുക്ക് ദൈവം വളരാനായിട്ട് നാം ആയിരിക്കുന്ന തിരുസഭയാകുന്ന മൾബറി ചെടിയില് അവിടുന്ന് വിടർത്തുന്ന ഇലകള് ആണ് ഈ പറഞ്ഞ കാര്യങ്ങള്. കുമ്പസാരം, സൽഗ്രന്ഥങ്ങള്, പ്രസംഗങ്ങൾ മുതലായവയാണ് അനാസ്ഥയിലും പാപങ്ങളിലും പാപകാരണങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്ന ആത്മാവിന്റെ രക്ഷാമാർഗം. അതിലേക്ക് വരണം. ഇവയിൽ നിന്ന് ചൈതന്യവും പോഷണവും അവൾക്ക് സിദ്ധിക്കുന്നു. നല്ല ധ്യാനം കൊണ്ട് അതിന് പൂർണ്ണ വളർച്ചയുണ്ടാകുന്നു. സർവപ്രധാനമായി ഞാൻ കരുതുന്നത് ഇതാണ്. ശേഷമെല്ലാം നിസ്സാരം. പുഴുവിന് മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ ഇലകളാണ് വെച്ചിരിക്കുന്നത്. ആ ഇലകൾ തിന്നണം. അതിലൂടെ അതിൻ്റെ വളർച്ചയുടെ അടുത്ത ഘട്ടം സംഭവിക്കുന്നു. എന്ന് പറഞ്ഞ പോലെ നമ്മള് ദൈവത്തിന്റെ മക്കളായിട്ട് വിരിയുന്നു മാമോദീസയിലൂടെ. തുടർന്ന് നമുക്ക് ആ ഒരു ദൈവമക്കളുടെ മകൾ എന്നുള്ള അനുഭവത്തിൽ വളരാനായിട്ട് സഭയാകുന്ന മൾബറി ചെടിയിൽ അവിടുന്ന് ഒരുപാട് പോഷകം കരുവച്ചിട്ടുണ്ട്. ഈ മൾബറി ഇല പോലെ. അതാണ് കുമ്പസാരവും കുർബാനയും വചനവും സൽഗ്രന്ഥങ്ങളും പ്രസംഗങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അത് നന്നായിട്ട് വിനിയോഗിച്ച് ഉപയോഗപ്പെടുത്തി അതുവഴി നമ്മൾ വളരണം. നാലാമത്തെ ഖണ്ഡിക, പുഴു വളർന്നു കഴിയുമ്പോൾ പട്ടുനൂൽ ചുറ്റി അത് അന്തരിക്കാനുള്ള കൂടുണ്ടാക്കി തുടങ്ങുന്നു. ഇപ്പൊ വളർന്നു വന്നത് അന്തരിക്കാനായിട്ടാണ്, അത് ഇല്ലെന്നാകാനായിട്ടാണ്. ഈ കൂട് മിശിഹായാണെന്ന് വേണം നാം മനസ്സിലാക്കാൻ. ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അത് നഷ്ടപ്പെടുത്തുന്നു, സ്വന്തം ജീവനെ വെറുക്കുന്നു, ഉപേക്ഷിക്കുന്നു. നമ്മൾ യോഹന്നാൻ 10 വായിക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു അനുഭവം ഇവിടെ. ഇപ്പൊ ഇത്രയും വളർന്നു വന്നിട്ട് ഇനി ഒന്നും അല്ലാത്ത പോലെ കൂടിനകത്ത് കയറി സ്വയം മരിക്കുന്ന ഒരു അനുഭവമാണ്. ഈ കൂട് മിശിഹായാണെന്ന് വേണം നാം മനസ്സിലാക്കാൻ. നമ്മുടെ ജീവിതം മിശിഹായിൽ അഥവാ ദൈവത്തിൽ രണ്ടും ഒന്ന് തന്നെ. മറഞ്ഞതാണെന്നോ നമ്മുടെ ജീവൻ മിശിഹായാണെന്നോ മറ്റോ എവിടെയോ വായിച്ചതായി കേട്ടതായി ഓർമ്മിക്കുന്നു. ആ വാക്യം ഇങ്ങനെ തന്നെയാണോ എന്നത് ഈ സന്ദർഭത്തിൽ എൻ്റെ ആവശ്യ സംബന്ധിച്ചിടത്തോളം മാത്രം ഗവനിക്കാനില്ല. അത് കൊളോസസ് ലേഖനം 3-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം, നിങ്ങളുടെ ജീവൻ മെശിഹായോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു,
എന്നുള്ള വചനമാണ് മദ്രസയുടെ ഉള്ളിൽ ഇങ്ങനെ വിസ്തരം പ്രേരിപ്പിച്ചത്. നമുക്കറിയാം, ഇന്ന് നമുക്ക് ബൈബിള് കയ്യിൽ ഇഷ്ടംപോലെ ഓരോ വ്യക്തിക്കും ബൈബിള്, മൊബൈൽ ഫോണിൽ ബൈബിള് അങ്ങനെയൊക്കെ ഉള്ളതുപോലെ അന്ന് മദ്രസയ്ക്ക് സ്വന്തമായിട്ട് ബൈബിൾ പോലും ഉണ്ടായിരുന്നിരിക്കില്ല എന്നുള്ള ഉറപ്പാണ്. അങ്ങനെ ഇപ്പം അത്രയും സാഹചര്യമേ ഉള്ളൂ. അതുകൊണ്ട് മദ്രസയ്ക്ക് വചനത്തിന്റെ ആശയം മനസ്സിൽ കിടപ്പുണ്ട്, പക്ഷെ ഇങ്ങനെ കൃത്യമായ പദപ്രയോഗങ്ങളോ കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ജീവൻ മിശിഹായുടെ കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ആ ഈശോയാകുന്ന പ്യൂപ്പയ്ക്കകത്ത്, കൊക്കൂണിനകത്തോട്ട് നമ്മൾ പൂർണ്ണമായിട്ട് സ്വയം നിഗ്രഹിച്ചുകൊണ്ട് കയറണം. ഞാൻ ലോകത്തിന്, ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, മരിച്ചിരിക്കുന്നു. മാമോദിസയുടെ അർത്ഥം പറയുമ്പോൾ നമ്മൾ വെള്ളത്തിൽ മുങ്ങിയിട്ട് പൊങ്ങുമ്പോൾ അത് ഈശോയില് നമ്മള് ലോകത്തിന് മരിച്ച് ഈശോയിൽ ജനിക്കുകയാണ്. ഒരു മരണത്തിന്റെ അനുഭവം അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. 5-ാമത്തെ ഖണ്ഡിക, ദൈവസഹായത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രിയപ്പെട്ട പുത്രന്മാരെ ഇതുകൊണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ. ഐക്യാത്മകമായ ഈ പ്രാർത്ഥനയിൽ എന്ന വണ്ണം അവിടുന്ന് തന്നെ നമ്മുടെ സദനമായിരിക്കട്ടെ. അപ്പൊ ഈ പ്രയർ ഓഫ് യൂണിയൻ, ദൈവൈക്യത്തിന്റെ 5 സദനത്തിലെ അനുഭവം, അതിനകത്ത് അവിടുന്നാണ് നമ്മുടെ സദനം, ദൈവം തന്നെയാണ്. പ്യൂപ്പയ്ക്കകത്ത് കയറിയിരിക്കുന്നത് നമ്മൾ ഈശോയിൽ, ദൈവത്തിൽ നമ്മൾ കയറിയിരിക്കുകയാണ്. അത് നമ്മുടെ ആത്മാവിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. പക്ഷെ ആത്മാവ് ദൈവസാന്നിധ്യമാണ് നമുക്ക് കിട്ടുന്നത്. നാം തന്നെയാണല്ലോ അത് നെയ്തുണ്ടാക്കുന്നതും. ഈ പട്ടുനൂൽപ്പുഴു തന്നെയാണ് അതിന്റെ ഈ കൊക്കൂൺ നെയ്തുണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ നമ്മള് കുമ്പസാരവും മാമോദീസയും ഉപദാശകളും പ്രാർത്ഥനയും വചനവും ധ്യാനവും എല്ലാം വഴിയായിട്ടാണ് നമ്മൾ വളർന്ന് ഈശ്വരിക്ക് നമ്മൾ വരേണ്ടത്. അപ്പൊ നമ്മുടെ ഭാഗത്ത് ചെയ്യാവുന്ന കാര്യം അവിടെയുണ്ട്. അതേസമയം ഈ പട്ടുനൂൽപ്പുഴു അതിന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഉത്പാദിപ്പിക്കുന്ന പട്ടുനൂൽ എന്ന് പറയുന്നത് അതിന് മിടുക്കല്ല, അത് സൃഷ്ടാവ് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന, സഭയിൽ വെച്ചിരിക്കുന്ന സഹായങ്ങൾ നമ്മൾ അറിഞ്ഞ് സ്വീകരിക്കണം. നമ്മളാണ് സ്വീകരിക്കേണ്ടത്, പക്ഷെ ദൈവത്തിന്റെ ഇടപെടലാണ് താനും. ആ 2 വർഷവും പറയുകയാണ്, നമ്മളാണ് നെയ്തുണ്ടാക്കുന്നത്. അവിടുന്ന് നമ്മുടെ സദനമാണെന്നും നമുക്ക് തന്നെ നിർമ്മിച്ച് അതിൽ ഒളിച്ചിരിക്കാമെന്ന് ഞാൻ പറയുമ്പോൾ അങ്ങിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ കൂട്ടിച്ചേർക്കാനോ നമുക്ക് കഴിവുണ്ടെന്ന് ഞാൻ വ്യഞ്ചിപ്പിക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയേക്കാം. അങ്ങനെയല്ല, നമ്മളിത് കൂട്ടിച്ചേർക്കുന്നതല്ല, ഉണ്ടാക്കുന്നതല്ല. അതൊരിക്കലും നമുക്ക് സാധ്യമല്ല. കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ നിന്നല്ല, പ്രത്യുത ഈ ചെറുപുഴുക്കൾ ചെയ്യുന്ന പോലെ നമ്മിൽ നിന്നും നമ്മിലേക്കുമാണ് കുറയ്ക്കാവുന്നതും കൂട്ടുന്നതും. എന്ന് വെച്ചാല് പട്ടുനൂല് കൊണ്ട് പ്യൂപ്പ, കൊക്കൂൺ ഉണ്ടാക്കുന്നത്, അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ചില ദ്രാവകം പുറത്തേക്കെടുത്ത് അതിങ്ങനെ അന്തരീക്ഷ സ്പർശത്തിൽ വായുവായിട്ട് ഇടപെടുമ്പോൾ അത് ഘനീഭവിച്ച നൂലായിട്ട് ഇങ്ങനെ വരുന്നത് അങ്ങനെയാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ തന്നെയാണ് ഇത് എടുക്കുന്നത്, എന്നിട്ട് അതിനകത്തോട്ട് കയറിയിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇവിടെ മനസ്സിൽ പറയുകയാണ്, നമ്മൾ മിശിഹായിലേക്ക് നമ്മളിങ്ങനെ നമ്മെ തന്നെ ഒരു കൂടിനകത്ത് കയറ്റുമ്പം നമ്മൾ ദൈവത്തിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ദൈവത്തിന് എന്തെങ്കിലും കുറയ്ക്കുകയോ ചെയ്യുന്നില്ല. നമ്മിൽ നിന്നും നമ്മിലേക്കുമാണ് കുറയ്ക്കാവുന്നതും കൂട്ടാവുന്നതും. അപ്പൊ നമ്മളുടെ അധ്വാനം വഴി നമ്മിലേക്കാണ് ദൈവകൃപ നിറയേണ്ടത്. ഒരു അങ്ങനെ ആയിരിക്കണം. നമ്മിൽ നിന്നാണ് നമുക്ക് ആവശ്യമായ ഈ ദൈവൈക്യത്തിന് ആവശ്യമായ കൂടെ ഉണ്ടാകേണ്ടത്. പക്ഷെ അതിന്റെ അടിയില് അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവർത്തനമാണ് താനും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്ക് ശേഷി ഉള്ളിടത്തോളം നാം ചെയ്തു തീർക്കുന്നതിന് മുമ്പ് തന്നെ വെറും നിസ്സാരമായ നമ്മുടെ നേട്ടത്തെ അവിടുന്ന് സ്വീകരിച്ച് തന്റെ മനസ്സിലേക്ക് ലയിപ്പിക്കുകയും താൻ തന്നെ അതിന്റെ സമ്മാനമായി തീരത്തക്ക വണ്ണം അത്രമാത്രം വില അതിന് കൽപ്പിക്കുകയും ചെയ്യും. അതിനെ ലക്ഷ്യമാക്കിയുള്ള പ്രയത്നത്തിന്റെ മുഖ്യമായ ഭാഗം അവിടുത്തേതാകയാൽ താൻ സഹിച്ച മഹാപീഡകളോട് നമ്മുടെ അല്പക്ലേശങ്ങളെയും കൂട്ടിച്ചേർത്ത് എല്ലാം ഒന്നാക്കി തീർക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മുടെ അധ്വാനവും ക്ലേശവും പരിശ്രമവും ഉണ്ട്, അതേസമയം ദൈവത്തിൻ്റെതാണ് താനും. പട്ടുനൂൽപ്പുഴു അതിന്റെ ഉള്ളിൽ നിന്നും ഈ ദ്രാവകം പുറത്തേക്ക് എടുത്ത് നൂലാക്കി ചുറ്റിയെടുക്കുക എന്നുള്ളത് ആ ഒരു പ്രവൃത്തി പട്ടുനൂൽപ്പുഴു ചെയ്യണം. പക്ഷേ ഈ നൂലുണ്ടാവുക എന്ന് പറയുന്നത് ആ പട്ടുനൂൽപ്പുഴുവിന്റെ സിദ്ധിയല്ല, അതിന്റെ സ്വന്തം കഴിവോ മിടുക്കോ ഒന്നും അല്ല, അറിവല്ല. അതെല്ലാം ആ സൃഷ്ടാവ് വെച്ചിരിക്കുന്ന എന്ന് പറഞ്ഞ പോലെ നമ്മൾ തമ്പുരാന് വേണ്ടി ഈ കുദാശകളും മറ്റ് ആത്മീയ സഹായങ്ങളും സഭയോട് സ്വീകരിച്ച് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ തന്നെ നമുക്ക് മരിച്ച് ഈശോയിൽ നമ്മൾ വിലയം പ്രാപിക്കുന്ന, ഈശോയില് ദൈവത്തിൽ മറയുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരും. അത് അവിടുത്തെ പീഡാസഹനം വഴി ഈശോ നേടിയെടുത്ത യോഗ്യതകളുടെ ഫലമാണ്. അപ്പൊ നമ്മുടെ അധ്വാനം അവിടെയുണ്ട്,
ആ സമയം അത് അതിൽ തന്നെ ഒന്നുമല്ല. ദൈവത്തിന്റെ കൃപയാണ് ഇവിടെ ഇവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ കൃപയാണ് എങ്കിലും നമ്മുടെ അധ്വാനം കൂടാതെ നമുക്ക് ഒരു കൊക്കൂൺ പ്യൂപ്പയുടെ അനുഭവം നമുക്ക് ഉണ്ടായി കിട്ടുകയില്ല. അപ്പൊ രണ്ട് വശം ഇവിടെ ശ്രദ്ധിക്കണമെന്ന് മദ്രസ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.